വെൽക്കം ടു ലോർഡ് മൈ ഷെപ്പേർഡ്. ദൈവമേ, അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഉപകരണമായി എന്നെ മാറ്റണമേ. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ നഴ്സുമാര് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ ഒരു ഷിഫ്റ്റ് പ്ലാനർ യൂസ് ചെയ്യും. ഒരു നോട്ടാണത്. അതിൽ ഞങ്ങൾ എല്ലാം ഇങ്ങനെ അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം, ഓരോ മണിക്കൂറിൽ എന്ത് ചെയ്യണം എന്നെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കും. അത് കഴിയുമ്പോൾ ടിക്ക് ചെയ്യും, വേണ്ടതൊക്കെ എന്തെങ്കിലും ആഡ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇത് അപ്ലിക്കബിൾ ആണ് അല്ലെ? നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് നമുക്കൊന്ന് ഒരു റഫ് പ്ലാൻ ഉണ്ടാക്കാം. എന്നിട്ട് അത് ഈശോയ്ക്ക് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ദൈവത്തിനായിട്ട് സമർപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ ആർക്കാ കൊടുക്കുന്നത്? നമ്മുടെ ഈശോയ്ക്ക് കൊടുക്കുന്നു. അപ്പൊ അതെല്ലാം അറിയുന്ന ദൈവം നമുക്ക് അത് ഏറ്റവും നന്നായിട്ട് അത് നടത്തി തരും. അതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യും, റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് തരും. നമുക്ക് ടെൻഷനും ഇല്ല. കുറെ പേർക്ക് നമ്മൾ ടെൻഷൻ ഉണ്ടാവും. ഇന്നത്തെ ചിലപ്പോൾ കുറെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ അന്ന് നടക്കണ്ടായിരിക്കും. ചിലപ്പോൾ എവിടെയൊക്കെ പോയി അപ്രൂവൽ വാങ്ങിക്കണം, കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ നമ്മുടെ മെയിൻ ആളെയാണ് ഏൽപ്പിക്കുന്നത്, എല്ലാവരുടെയും രാജാവിനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വറി ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം അവിടെ നിന്ന് നടത്തിക്കോളും. അതിപ്പോ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി നമുക്ക് റെഡിയാക്കി മടക്കി ഈശോയുടെ രൂപത്തിന്റെ അവിടെ വെച്ചിട്ട് പോരാം. അതല്ലെങ്കിൽ നമ്മൾ തിരക്കിൽ ഒക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ മനസ്സുകൊണ്ട് ഒന്ന് ഓർത്താൽ മതി, ഇന്നതൊക്കെയാണ് ഈശോയുടെ പ്ലാൻ എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് പോരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളും. എങ്കിലാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ദാവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബൈ.